ചരിവ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിശക്തമായി മഴ പെയ്യുമ്പോൾ ധാരാളം ജലം മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങും. ഇത് മണ്ണിലെ സുഷിരങ്ങളിൽ കനത്ത സമ്മർദ്ദം ചെലുത്തും. ഇളകിയ പാറയുടെയും മറ്റും അടിയിലെ മണ്ണ് വെള്ളത്തിന്റെ തള്ളൽ മൂലം താഴേക്ക് നീങ്ങാൻ ഇടയാകുന്നു. ഭൂഗുരുത്വം മൂലം ആ ഭാഗം ഒന്നാകെയോ ഭാഗികമായോ വൻ ശബ്ദത്തോടെ ഇടിഞ്ഞു വീഴുന്നതിന് ഇത് കാരണമാകുന്നു. ഈ പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. മണ്ണിൽ സംഭരിക്കപ്പെട്ട ജലം ഇതേ തുടർന്ന് വൻ ചാലുകളായി ഒഴുകാൻ തുടങ്ങും. ഈ നീരൊഴുക്ക് മിക്കപ്പോഴും ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും അവസാനിക്കും. എന്നാൽ ചില അവസരങ്ങളിൽ ഇത് സ്ഥിരം നീർച്ചാലായി മാറുന്നുണ്ട്. മലപ്രദേശങ്ങളിലെ നീർച്ചാലുകൾ പലതും ഇങ്ങനെ രൂപം കൊള്ളുന്നവയാണ്. പലപ്പോഴും പ്രകൃതിയിൽ മനുഷ്യന്റെ അശാസ്ത്രീയമായ ഇടപെടലുകൾ ഉരുൾപൊട്ടലുകൾക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. പ്രകൃതി ദുരന്തങ്ങളിൽ അടുത്തത് വെള്ളപ്പൊക്കം. സഹ്യപർവ്വതത്തിന്റെ ചരിവുകളിൽ നിന്ന് ഉത്ഭവിച്ചൊഴുകുന്ന 44 നദികളുടെ നാടാണ് കേരളം.